നമസ്കാരം സുഹൃത്തുക്കളെ, സാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം, അതിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ സെക്ഷൻ 74B മുതൽ 74G വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി സാരി റേസ് പ്ലസിൻ്റെ ഈ ഒരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഓൾ പ്രൈമറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഷാൾ ഓപ്പൺ ഇറ്റ്സ് ബ്രാഞ്ചസ് വിത്ത് ദ പ്രയർ പെർമിഷൻ ഓഫ് ഡാഷ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇത് പഠിച്ചതാണ് അല്ലേ. അതായത് 74B എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതായത് സെക്ഷൻ 74B അല്ലേ. അതിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. സെക്ഷൻ 74Bയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. എന്താ പറയുന്നത്, ദ പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഷാൾ ഓപ്പൺ ഇറ്റ്സ് ബ്രാഞ്ചസ് വിത്ത് ദ പെർമിഷൻ ഓഫ് ഡാഷ് എന്ന് ചോദിക്കുന്നു അല്ലേ. അപ്പോൾ ആരുടെ അനുവാദത്തോടു കൂടിയാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അവരുടെ ബ്രാഞ്ചുകൾ തുറക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരുടെ അനുവാദത്തോടു കൂടിയാണ്, RCS അല്ലേ. ആരുടെ അനുവാദത്തോടു കൂടിയാണ്, RCS. അപ്പോൾ നമ്മൾ 74B എന്ന് പറയുന്ന എന്താണ് ഭാഗത്തിനകത്ത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്താണ്, അപ്പോൾ ഏതൊക്കെ സൊസൈറ്റികൾക്ക് ബ്രാഞ്ച് തുറക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ അനുവാദം വേണം എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏത് RCS ആണ് അല്ലേ. ശരി, അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് മേ ഓപ്പൺ ബ്രാഞ്ചസ് ഒൺലി വിത്ത് ദ പ്രയർ സാങ്ഷൻ ഓഫ് ദ ഡാഷ് അല്ലേ. എന്താ പറയുന്നത്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളും അതുപോലെ മറ്റ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികളും ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നത് ആരുടെ മുന്നനുവാദത്തോടു കൂടിയാണ് എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്, RCS, SCU, ഫിനാൻസിങ് ബാങ്ക് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ RCS അല്ലേ. ഓപ്ഷൻ ബി എന്താണ്, RCS അല്ലേ. നമ്മൾ നേരത്തെ 74B നമ്മൾ പഠിച്ചതാണ് അല്ലേ. 74B മുതൽ 74G വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 74B എന്ന് പറയുന്നത് ബ്രാഞ്ച്, C എന്ന് പറയുന്ന ഇൻസ്പെക്ഷൻ, D എന്ന് പറയുന്നത് ഡ്യൂട്ടി ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് അല്ലേ, E എന്ന് പറയുന്നത് മാനർ ഓഫ് ലെൻഡിങ്, F എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ലോൺസ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് കാണാതെ മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ ക്വസ്റ്റ്യൻ സെഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ. ശരി, അപ്പോൾ ഇനി അടുത്ത ഇതിനകത്ത് പറയുന്നു എന്താണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് മേ ഓപ്പൺ ബ്രാഞ്ചസ് ഒൺലി വിത്ത് ദ പ്രയർ സാങ്ഷൻ ഓഫ് ദ ഡാഷ് എന്ന് ചോദിച്ചാൽ RCS അല്ലേ. ഏതാണ്, RCS അല്ലേ. ഇനി അടുത്തത് നോക്കിക്കേടാ, ഇൻസ്പെക്ഷൻ അറിയാം നമുക്ക്. 74Cയിലാണ് എന്തിനെ പറ്റിയിട്ട് പറയുന്നത്, ഇൻസ്പെക്ഷനെ പറ്റിയിട്ട് പറയുന്നത് അല്ലേ. ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഡാഷ് സൊസൈറ്റീസ് അല്ലേ. അപ്പോൾ ഇൻസ്പെക്ഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അല്ലേ നമുക്കറിയാം ഏതാണ്, സെക്ഷൻ 66(4) നമ്മൾ ഇൻസ്പെക്ഷൻ്റെ, അതായത് 74C അനുസരിച്ചുള്ള ഇൻസ്പെക്ഷൻ്റെ പവേഴ്സ് പറയുന്നത് ഏതിനകത്താണ്, സെക്ഷൻ 66(4) അല്ലേ. അപ്പോൾ അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രൈമറി, ഫെഡറൽ, സെൻട്രൽ, അപ്പെക്സ് അല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പെക്സ്, സെൻട്രൽ, ഫെഡറൽ സൊസൈറ്റികൾ അതിലേക്ക് ഇൻസ്പെക്ഷൻ നടത്തുന്നത് അല്ലേ ആരായിരിക്കും എന്നെല്ലാം അതിനകത്ത് ഡീറ്റെയിൽ ആയി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയുന്നു, ഇൻസ്പെക്ഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് പെർ സെക്ഷൻ 74C അല്ലേ. 74C അനുസരിച്ച് ഇൻസ്പെക്ഷന് വിധേയമാകാത്ത സംഘം താഴെ പറയുന്നവയിൽ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി ഇതിന് ഉത്തരമുണ്ട്. ഏതാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ എന്താണ്, പ്രൈമറി അല്ലേ. 74Cയിൽ ഇൻസ്പെക്ഷനെ പറ്റിയിട്ട് പ്രതിപാദിക്കുമ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഫെഡറൽ, സെൻട്രൽ, അപ്പെക്സ് സൊസൈറ്റികളുടെ ഇൻസ്പെക്ഷനെ പറ്റിയിട്ടാണ് 74Cയിൽ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഓക്കെ അല്ലേ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡ്യൂട്ടി ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ടു സപ്ലൈ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് അല്ലേ. കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് എന്താണ്, കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാം അല്ലേ. എന്താണ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം അല്ലേ. എന്താണ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. എന്താണ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി CEO കൊടുക്കുന്ന രേഖയാണ് നമ്മൾ വിളിക്കുന്നത് എന്താ, കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലെ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചാൽ സ്പെസിഫൈഡ് ഇൻ ഏത്,
സെക്ഷൻ 74D അല്ലേ. ഡി എന്ന് പറയുമ്പോൾ അതിന് നമ്മളൊരു കോഡൊക്കെ വെച്ച് പഠിച്ചല്ലേ. ഡി ഫോർ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. ഡി ഫോർ ഡ്യൂട്ടി അല്ലെ. ഡി ഡ്യൂട്ടി ഡ്യൂട്ടി ഓഫ് എന്തോന്നാണ് ചീഫ് എക്സിക്യൂട്ടീവ്. ഡ്യൂട്ടി ഓഫ് എന്തോന്നാണ് ചീഫ് എക്സിക്യൂട്ടീവ് അല്ലേ, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ 74D എന്ന് പറയുന്നത് ഡ്യൂട്ടി ഓഫ് എന്താ ചീഫ് എക്സിക്യൂട്ടീവ് ടു സപ്ലൈ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്ഷൻ 74D എന്താണ് അല്ലേ. 74D നമ്മൾ നേരത്തെ പറഞ്ഞത് അതേ കാര്യം തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ആയി വരുന്നു. 74D എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ 74D എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഓഫ് CEO ടു സപ്ലൈ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് അല്ലേ. കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സിഇഒയുടെ ഡ്യൂട്ടിയാണ് ഏതെന്ന് പറയുന്നത് 74D എന്ന് പറയുന്നത്. എത്ര 74D അല്ലേ. 74D എന്ന് പറയുന്നത് ഡ്യൂട്ടി ഓഫ് സിഇഒ ടു സപ്ലൈ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് അല്ലേ. കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് സപ്ലൈ ചെയ്യുന്നതിൻ്റെ സിഇഒയുടെ ചുമതലയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 74D എന്ന് പറയുന്നത്. സെക്ഷൻ എത്രയാണ് 74D. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ അതോറിറ്റി ടു സപ്ലൈ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ്. കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ആര് എന്നാണ് ചോദ്യം അല്ലേ. കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ആര് ഇതാണ് ചോദ്യം. അപ്പോൾ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഈസ് റിക്വയർഡ് ബൈ ഓഡിറ്റേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് എനി അക്കൗണ്ട്സ് മെയിൻറ്റൈൻഡ് ഇൻ ദാറ്റ് സൊസൈറ്റി ബൈ എനി അതർ സൊസൈറ്റി ഈസ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് റിക്വയർഡ് ബൈ ഓഡിറ്റേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് എനി അക്കൗണ്ട്സ് മെയിൻറ്റൈൻഡ് ഇൻ ദാറ്റ് സൊസൈറ്റി ബൈ അനദർ സൊസൈറ്റി അല്ലേ. അതായത് മറ്റൊരു സൊസൈറ്റി ആ സൊസൈറ്റിയിൽ എന്ത് ചെയ്തിരിക്കുന്ന സൂക്ഷിച്ചിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനം അറിയുന്നതിന് വേണ്ടി ഓഡിറ്റർ ചോദിക്കുന്ന കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ആര് എന്നാണ് ചോദ്യം അല്ലേ. കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ആര് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് നൽകുക എന്നത്. ഓക്കെ അല്ലേ, ശരിയല്ലേ, സെറ്റല്ലേ, ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേ. അടുത്ത ക്വസ്റ്റ്യൻ ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് അല്ലേ. ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ ഷാൽ ഹാവ് ദ പവർ ടു റൈറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഡെറ്റ്സ് അല്ലേ. എന്താ പറയുന്നത്? ഏത് സെക്ഷനിലാണ് അഗ്രികൾച്ചറൽ നോൺ അഗ്രികൾച്ചറൽ ഡെറ്റുകൾ എഴുതി തന്നുള്ളതിന് ഗവൺമെൻറ്റിനും RCSനും അധികാരമുണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഏതിനകത്താണ് പറയുന്നത്? 74B ആണോ, C ആണോ, F ആണോ, H ആണോ അല്ലേ. ഏതാണ്? 74F ആണ്. 74F ആണ് അല്ലേ. അത് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞു അല്ലേ, എന്തോന്നാണ്? റൈറ്റ് ഓഫ് അല്ലേ. റൈറ്റ് ഓഫ് അല്ലേ. ഓഫ് എഫ് അല്ലേ. ഓഫ് എഫ് ഓക്കെ. അപ്പോൾ 74Fലാണ് എന്ത് പറയുന്നത്? റൈറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ഓർ നോൺ അഗ്രികൾച്ചറൽ ഡെറ്റ്സ് പറയുന്നത് 74F. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നോ അതോറിറ്റി ഓർ കമ്മീഷൻ അതർ ദാൻ ദ ഡാഷ് ഷാൾ ഹാവ് ദ പവർ ടു റൈറ്റ് ഓഫ് അല്ലേ അഗ്രികൾച്ചറൽ ഓർ നോൺ അഗ്രികൾച്ചറൽ ഡെറ്റ്സ് എന്നാണ് അല്ലേ. അതായത് എന്താ പറയുന്നത്? നോ അതോറിറ്റി, അതായത് ഒരു അതോറിറ്റിക്കും ഒരു കമ്മീഷനും അഗ്രികൾച്ചറൽ നോൺ അഗ്രികൾച്ചറൽ ഡെറ്റുകളെ എഴുതിത്തള്ളുന്നതിനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നു അല്ലേ. അതർ ദാൻ ഡാഷ് എന്നാണ് ചോദിക്കുന്നത്. ആർക്കാണ് അപ്പോൾ ആ അധികാരം നൽകിയിട്ടുള്ളത് അല്ലേ. നമുക്കറിയാം, നമുക്ക് ആ അധികാരം നൽകിയിട്ടുള്ളത് ഗവൺമെൻറ് ഓർ RCS ആണ്. ഗവൺമെൻറ് ഓർ RCS, ഗവൺമെൻറ്റിനോ RCSനോ അതിനുള്ള അധികാരം നൽകിയിട്ടുണ്ട് അല്ലേ. ഗവൺമെൻറ്റിനോ RCSനോ അതിനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി ആക്ട് ഓർ റൂൾസ് നോ അതോറിറ്റി ഓർ കമ്മീഷൻ അതർ ദാൻ ദ രജിസ്ട്രാർ ഓർ ഡാഷ് ഷാൾ ഹാവ് ദ പവർ ടു റൈറ്റ് ഓഫ് അല്ലേ. അതായത് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനുള്ള അധികാരം രജിസ്ട്രാറോ വേറെ ആർക്കോ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇത് താഴെ പറയുന്ന ഇതിൽ ആർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഇത് ഗവൺമെൻറ് ഉണ്ട്, പിന്നെ DCA ഉണ്ട്, ജനറൽ ബോഡി ഉണ്ട്, ബോർഡുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ആരാണ്? ഗവൺമെൻറ് ഓർ RCS അല്ലേ. ഗവൺമെൻറ്റിനോ RCSനോ ആണ് ആ ഒരു അധികാരം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നൽകിയിട്ടുള്ളത് അല്ലേ. എന്തിനു വേണ്ടിയിട്ടുള്ള അധികാരമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്? അഗ്രികൾച്ചറൽ നോൺ അഗ്രികൾച്ചറൽ ഡെറ്റുകളെ എഴുതിത്തള്ളുന്നതിനുള്ള അധികാരം നമ്മൾ നൽകിയിട്ടുള്ളത് ടു ഗവൺമെൻറ് ഓർ RCS അല്ലേ. ശരി. അടുത്ത ലൈബ്രറിയെ പറ്റി പ്രതിപാദിക്കുന്നത് ഏത്? ലൈബ്രറി
ലൈബ്രറി. നോളജ് 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 അല്ലേ, നമ്മളത് പഠിച്ചതാണ്. നോളജി അല്ലേ, നോളജി വേണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം, നമ്മൾ ലൈബ്രറിയിൽ പോകണം അല്ലേ. നോളജി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോകണം, ലൈബ്രറിയിൽ പോകണം. നോളജി എന്ന് പഠിച്ചാൽ മതി കേട്ടോ. നോളജി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോകണം, ലൈബ്രറിയിൽ പോകണം. നോളജി വേണമെന്നുണ്ടെങ്കിൽ ലൈബ്രറി. 74G ലൈബ്രറി. ഓക്കെ, ശരി. ഇനി അടുത്ത് നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം കേട്ടോ. കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ അല്ലേ, ശരി. അപ്പോൾ അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് അല്ലേ. KCS ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് നമ്മുടെ ബ്രാഞ്ച് ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ലേ. ബ്രാഞ്ച് ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് KCS ആക്ടിൻ്റെ ഏതിനകത്താണ് നമ്മൾ പറയുന്നത്? 74, 74A, 74B, 74C അല്ലേ. ഏതിനകത്താണ് പറയുന്നത്? ബ്രാഞ്ച് 74B, B4 ബ്രാഞ്ച് അല്ലേ, B4 ബ്രാഞ്ച് 74B അല്ലേ. അപ്പോൾ 74Bയിൽ പറയുന്നത് B4 ബ്രാഞ്ച്. ഇനി അടുത്ത ഹൂ മസ്റ്റ് ഗ്രാൻഡ് പ്രയർ റിട്ടേൺ പെർമിഷൻ അല്ലേ, അതാണ് ആരാണ് മുന്നനുവാദം നൽകേണ്ടത്? ഫോർ KS കാർഡ് ബാങ്ക് ആൻഡ് ഓൾ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾക്കും KS കാർഡ് ബാങ്കിനും വേണ്ടി പ്രയർ പെർമിഷൻ നൽകുന്നത് ആരാണ്? ഓക്കെ, ആരാണെന്ന് നമുക്കറിയാം അല്ലേ. ആരാണ്? RCS അല്ലേ. അപ്പോൾ ഏത് ബാങ്ക് ആയിരുന്നാലും ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ മുന്നനുവാദത്തോടു കൂടി? RCSൻ്റെ മുന്നനുവാദത്തോടു കൂടിയാണ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസ്പെക്ഷൻ ഇൻ സർട്ടൈൻ കോപ്പറേറ്റീവ്സ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് അല്ലേ. അപ്പോൾ ഇൻസ്പെക്ഷനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് ഏതിനകത്താണ് എന്ന് ചോദിച്ചാൽ 74A-BC അല്ലേ. ഇൻസ്പെക്ഷനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന ഏതിനകത്താണെന്ന് ചോദിച്ചാൽ ABC. ഏതാണ് ഇൻസ്പെക്ഷൻ അല്ലെ, ഏതാണ് CC അല്ലേ. സെക്ഷൻ 74Cയിലാണ് ഇൻസ്പെക്ഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത് 74Cയിലാണ്. ഇനി അടുത്ത് ഹൂ ഷാൾ ഇൻസ്പെക്ട് ഓർ കോസ് ടു ഇൻസ്പെക്ട് ദ അഫയേഴ്സ് ഓഫ് ഓൾ അപ്പെക്സ് ഫെഡറൽ ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ് എവരി ഇയർ അല്ലേ. എല്ലാ അപ്പെക്സ് ഫെഡറൽ സെൻട്രൽ സൊസൈറ്റികളുടെയും കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ആരാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തുന്നത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചു 74C എന്ന് പറയുന്ന ഭാഗമുണ്ട്. 74Cയിൽ പറയുന്നു ആരാണ് അതിനു വേണ്ടി വരുന്നത്? നമ്മുടെ രജിസ്ട്രാറാണ് അല്ലേ. രജിസ്ട്രാറിൻ്റെ പവേഴ്സ് പറയുന്നത് ഏതാണ്? സെക്ഷൻ 66(4)ലാണ് രജിസ്ട്രാറിൻ്റെ പവേഴ്സ് പറയുന്നത് അല്ലേ. സെക്ഷൻ 66(4)ലാണ്. ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ, സെറ്റല്ലേ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു ഹാസ് ദ അതോറിറ്റി ടു റെക്കമെൻഡ് കറക്റ്റീവ് മെഷേഴ്സ് ടു ഗവൺമെൻറ് ഫോർ റീസ്ട്രക്ചറിങ് ആക്ടിവിറ്റീസ് ആഫ്റ്റർ റിവ്യൂവിങ് ആൻഡ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അല്ലേ. ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൃത്യമായി വായിച്ച് പഠിച്ചതിന് ശേഷം ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഉപദേശം നൽകാൻ അധികാരമുള്ളത് ആർക്കാണ് അല്ലേ. ഇതാണ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൃത്യമായി വായിച്ച് പഠിച്ചതിന് ശേഷം ഗവൺമെൻറ്റിന് എന്തിനുമുള്ള അവകാശം, അതായത് ഗവൺമെൻറ്റിനെ ഉപദേശിക്കാനുള്ള അവകാശമുള്ളത് ആർക്ക് എന്ന് ചോദിച്ചാൽ നമുക്കിതിൽ തന്നെ ഉത്തരവുണ്ട്. ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. ഓക്കെ, ആർക്കാണ്? രജിസ്ട്രാർ. ആരാണ്? രജിസ്ട്രാർ. ഓക്കെ അല്ലേ, ശരി. ഇനി അടുത്ത 74D എന്താണ് അല്ലേ. 74D നമുക്ക് നേരത്തെ അറിയാം. D4 ഡ്യൂട്ടി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഡ്യൂട്ടി അല്ലേ, ഇതാ കിടക്കുന്നു. എന്താണ്? ഡ്യൂട്ടി ഓഫ് CEO to supply confirmation certificate as required by the auditor. ഓക്കെ അല്ലേ, D4 ഡ്യൂട്ടി. അടുത്ത് അപ്പോൾ ഡ്യൂട്ടി ഓഫ് CEO അല്ലേ. സിഇഒയുടെ ഡ്യൂട്ടിയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ 74D. സെക്ഷൻ എത്രയാണ്? 74D ആണ്. D. അടുത്ത് ഹൂസ് ഡ്യൂട്ടി ഈസ് ടു പ്രൊവൈഡ് എ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ്. കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നത് ആരുടെ ജോലിയാണ് അല്ലേ. ആൻഡ് വിത്തിൻ ദ റിക്വേർഡ് ടൈം ഫ്രെയിം, ചോദിക്കുന്ന സമയത്തിനുള്ളിൽ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നത് ആരുടെ ജോലിയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും ആരുടെയാണ്? ചീഫ് എക്സിക്യൂട്ടീവാണ്. ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ 74D ആണ്. ഇനി അടുത്തത് 74E ആണ്. സെക്ഷൻ 74E റൈറ്റ് ഓഫ് ലോൺസ് അല്ലെ. 74E എന്താണ്? റൈറ്റ് ഓഫ് ലോൺസ് ആണോ? ഡ്യൂട്ടി ഓഫ് CEO ആണോ? മാനർ ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് അല്ലെ. ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? മാനർ അല്ലെ. മാനർ ഇ. ഓക്കെ, അപ്പോൾ മാനർ ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് അല്ലേ. KCS ആക്ടിലെ
സെക്ഷൻ ഡാഷ് അനുസരിച്ച് ദ ഗവൺമെൻറ് ആൻഡ് ആർ സി എസ് ഷാൾ ഹാവ് ദ പവർ ടു റൈറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിനും ആർ സി എസിനും നൽകുന്നത് ഏത് സെക്ഷൻ അനുസരിച്ചാണ് എന്നാണ് അല്ലേ. അപ്പോൾ ഏത് സെക്ഷൻ അനുസരിച്ചാണ്? 74 എഫ്, റൈറ്റ് ഓഫ് എഫ് അല്ലേ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലൈബ്രറി ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് പെർ ഡാഷ് ഓഫ് KCS ആക്ട്. KCS ആക്ടിലെ ഏത് സെക്ഷൻ അനുസരിച്ചാണ് ലൈബ്രറിയെ പറ്റി പ്രതിപാദിക്കുന്നത് അല്ലേ? ലൈബ്രറിയെ പറ്റി പ്രതിപാദിക്കുന്നത് ഏതാണ്? നോളജ് അല്ലേ. ഏതാണ്? നോളജ് അല്ലേ. നോളജ് ഓക്കെ അല്ലേ. നോളജ് ജി അല്ലേ. 74 ജിയിലാണ്. ഇനി അടുത്തത് നോക്കിയേടാ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എക്സംപ്റ്റഡ് ഫ്രം സെറ്റിംഗ് അപ്പ് എ ലൈബ്രറി ഇഫ് ഇറ്റ് ഇൻക്വേഴ്സ് ലോസസ് ഫോർ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് ഹൗ മെനി ഇയേഴ്സ് അല്ലേ. അതായത് ഒരു സൊസൈറ്റി തുടരെയുള്ള എത്ര വർഷത്തേക്ക് നഷ്ടത്തിലാണ് എങ്കിലാണ് അവർക്ക് ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്യേണ്ടാത്തത് എന്ന് ചോദിച്ചാൽ തുടരെയുള്ള 5 വർഷം. തുടരെയുള്ള 5 വർഷമാണ് എന്തെന്ന് പറയുന്നത്. അവർ നഷ്ടത്തിലാണ് എന്നുണ്ടെങ്കിൽ അവർ ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല അല്ലേ. എത്ര വർഷമാണ്? 5 വർഷം. എത്രയാണ്? 5 വർഷം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ് ഇതെന്ന് പറയുന്നത്, ഈ 74G എന്ന് പറയുന്നത് കേട്ടോ. നല്ലൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ഇത്രയുമാണ് എന്ന് പറയുന്നത് നമ്മുടെ 74B മുതൽ G വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള, ഡിസ്കസ് ചെയ്യാനുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് നിരന്തരം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് കൃത്യമായി എന്ത് ചെയ്യുക, പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക. വീണ്ടും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.